വരട്ടെ. അങ്ങനെ തുളച്ചിറങ്ങുള്ള മാറുവേ. മൊയിലാളി മൊയിലാളി. പുണ്യം കിട്ടാനല്ല ജോലി ചെയ്യുന്നത്. ബാലെ പൊളിഞ്ഞത് ഞാൻ കാരണമാണോ? അല്ലെങ്കിൽ കീരിക്കാട്ട് തിയേറ്റേഴ്സിന്റെ ഏത് ബാലയായി ഇവിടെ പൊളിയാതിരുന്നിട്ടുള്ളത്? നാട്ടുകാർക്ക് കൊതി തീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഇത്. കാശിന്റെ കാര്യം ചോദിക്കുമ്പോൾ മാത്രം കാതും കേൾക്കൂല, ഉറക്കോ മണ്ണ് വാരിയടിക്കും ഞാൻ വായില്. മൊയിലാളി 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 ഉറങ്ങുക. കാശിനല്ല, ഒരു സന്തോഷ വാർത്ത. അണ്ണൻ വിളിക്കിറങ്ങി. എന്താണോ അണ്ണൻ വെളിയിലോട്ടിറങ്ങി വരി. നീ പന്ത കണ്ട പെരിച്ചാലി പോലും നിമിരിക്കാണ്ട് കാര്യം പറ. പിന്നെ പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് 500 രൂപ എന്ന സുരേഷ് മേനു സാറ് അങ്ങരുടെ കാറില് രോഹിണി, നമ്മുടെ രോഹിണി. എന്താ രോഹിണി കൊണ്ട് തല വെച്ചോ കാറിന്റെ? അല്ല, പിന്നെ ആ കാറിലാണ് രോഹിണി ഇപ്പൊ വന്ന് ഇറങ്ങിയത്. മുടിപ്പര അമ്മയ്ക്കാണ് സത്യം. എന്റെ കാശ് വരി എണ്ണ വീടല്ലേ വെക്കം വരി. അയ്യോ പെയ്യ. അല്ലല്ല കിടക്കണ എന്റെ മുടിപ്പര അമ്മച്ചാണ്. കണ്ണ് ദൃഷ്ടിയാണ് ഞാൻ കണ്ടേ. ഒരു വെള്ള ബെഞ്ച് 555 വലിക്കുന്ന. അയ്യോ അത് വലിക്കണല്ല, ഓട്ടിക്കണ കാറ് മുതലാളി. എന്റെ മുതലാളി എവൾ അങ്ങനെ അതിന്റെ അകത്ത് കയറി വിട്ടത്? നീ വല്ല സ്വപ്നം കണ്ടോ? അല്ല. കേട്ടോ ശരിയാണോ? കേട്ടോ ശരിയാണോ? ഇവിടെ കാറിൽ ഇറങ്ങി ഇറങ്ങിയെങ്കില് ഇപ്പൊ ഷുവറായില്ലേ? ഓള് പോക്കാണെന്ന് നമ്മൾ ആദ്യം പറയുമ്പോ ആരും വിശ്വസിക്കില്ല. ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണമല്ലോ. എന്തൊരു സത്യാവസ്ഥ? പെണ്ണ് കയറി കൊളുത്തി പ്രേമം. ഇത് അഡ്ജസ്റ്റ്മെന്റ്. കിട്ടാത്ത മുന്തിരിങ്ങ പുള്ളിക്കും. എന്നാലും പെണ്ണ് പുളിങ്കൊപ്പി തന്നെ കയറി പിടിച്ചൂട്ടല്ലേ. ഇപ്പൊ ഇവിടെ ഒരു കാറ് വന്നത് പോയോ? വെയ് വെയ്. കാശിന്റെ കാര്യം എന്റെ കാശ് കണ്ണി കണ്ട ഉത്സവപ്പറമ്പിലൊക്കെ ബാല നോക്കിയിട്ട് നോട്ടീസ് പബ്ലിസിറ്റിയില്ല. ഒരു തയ്യക്കാരനുള്ള ഇന്റർനാഷണൽ തയ്യക്കാരനോ പ്രസി കൊടുത്ത മാറ്ററിൽ അവിടെ അയാളോട്ട് മറ്റിടത്തോണ്ട് വെച്ചിരിക്കുക. ഞാൻ ഒരു തിരക്കിലാണ് വിട്ടിരിക്കുന്നത്. അവിടെ വൂട്ട് ഞാനല്ല. ഇപ്പൊ എന്താ പറഞ്ഞത് മനസ്സിലായേ? കാശ് കിട്ടൂല, പുതിയ ടെക്നിക്കാ. ഉറക്കമില്ലേ അതിന്റെ 2ാം ഭാഗം. ഈശ്വര, രോഹിണിക്ക് എങ്ങനെ ഒരു പ്രസന്റ് വാങ്ങിക്കൊടുക്കുക? കണ്ടില്ല കേട്ടോ. പ്രോഗ്രാം ബുക്കിംഗ് തോന്നുന്നു. കരുതാക്കോടൊന്നും പറയാനോ? അതല്ല, പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കാറ്. ഏത് കാറ്? സുരേഷ് മേനോൻ സാറിന്റെ കാറ്. വരി, ഇരുന്ന് നിരങ്ങാതെ വരി. ഇവിടെ ഒരു പെങ്കൊച്ചുണ്ടല്ലോ, രോഹിണിയാ. ആ കുട്ടിയുടെ കൊടുത്തേക്കൂ. കൊടുത്തേക്കാം. ആ കുട്ടി അതൊക്കെ ഞങ്ങൾക്കറിയാം. നിങ്ങൾ പോയി അണ്ണാ, ഈ ചക്കരയൊന്നും ചുമ്മാ പറയില്ലെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലേ? ആ സുരേഷ് മേനോ അവക്ക് സമ്മാനങ്ങൾ വരെ കൊടുത്തയക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. രോഹിണി വിത്ത് ലവ്. ഇതിനകത്ത് എന്തരെ നോക്കിയാനി? ഇതിനകത്ത് എന്തരെന്ന് നോക്കിയാനി? അവളോട് ഓഫീസ് റൂമിലേക്ക് വരാൻ പറയൂ. എന്തൊരു താളം. ഒടിഞ്ഞ വായി ഇല്ല ഉറങ്ങ ഉള്ളത്. വിളിക്കല്ലേ, കീടാണ്. വെള്ളം വെള്ളം. ഞാനേ പുതിയ ഒരു കഥ ബാലയാക്കാൻ പോകുന്നു.
അടുത്ത 8-ാം തീയതിയുള്ള പ്രോഗ്രാമോ? 8-ാം തീയതി രാമായണം കളിക്കും. അത് കഴിഞ്ഞാൽ കഥ മാറ്റും. പുതിയ കഥ, സത്യവാൻ സാവിത്രി. ഇതുവരെ കിട്ടിയൊന്നും പോരായിരിക്കും. നായിക ആരാണെന്നറിയോ? കിഴവിയായിരിക്കാം, ചക്കുകുറ്റി. ഈ നായകന് വല്ല മാറ്റമുണ്ടോ? നായകന് മാറ്റമൊന്നുമില്ല, പക്ഷെ നായിക നമ്മളെ ജോയിനി അവളോ? തന്നെ ഇല്ല, രോഹിണിയെ നായികയാക്കാൻ പറ്റില്ല. രോഹിണി തന്നെ മതി, നന്നായിരിക്കും. ഒന്നിറങ്ങി നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട. ഞാൻ രോഹിണിയെ നായികയാക്കും. ഇഷ്ടമില്ലാത്തവർക്ക് ഇപ്പൊ ഈ ട്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോ. എനിക്കിഷ്ടം. എനിക്കിഷ്ടം ഒഴിക്കുന്നത്. നീ നോക്കിക്കോ, ഞാൻ രോഹിണിയെ നായികയാക്കും. എന്റെ പുതിയ ബാലെ ഒരു കലക്ക് കലക്കും. കലക്കി നാട്ടുകാർ എറിഞ്ഞു കലക്കും. ഇനി അങ്ങോട്ട് കലക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്റെ മോയാളിയുടെയും പേര് തമ്മി മാറ്റി വിളിച്ചോളി. പോടാ അവിടുന്ന്. ഇവിടെ ഉപ്പും മുളകും വാങ്ങിക്കാൻ നക്കാപ്പീച്ച കാശില്ല എന്ന് പറയുന്ന ആളാ ബാലെ കലക്കാൻ പോകുന്നത്. കാശൊക്കെ രോഹിണിയുടെ കാമുകം മുടക്കും. കാമുകനോ? സുരേഷ് മേനോൻ. സുരേഷ് മേനോൻ? സുരേഷ് മേനോനാണ് രോഹിണിയുടെ കാമുകൻ. അവൾക്ക് വേണ്ടി അയാൾ കാശ് മുടക്കും. അയാളെ ഞാനിതിന്റെ പാർട്ണറാക്കും. കേട്ടോ, വെറുതെ ഓടി നമ്മളെ വഴി കൊടുക്കാൻ. ഞണ്ട് ഈ വെയില് കൊണ്ട് താൻ 2 ദിവസം പനി പിടിച്ച് കിടന്നാൽ ആർക്കും ഒരു നഷ്ടം ഉണ്ടാകാൻ പോണില്ല. ബാക്കിയുള്ളവരെങ്ങാനും ഒരു ദിവസം കിടന്നാല് എത്ര പേരുടെ വയറ്റിപ്പാടാ കൂട്ടാൻ പോകുന്ന എനിക്കറിയാവോ? എന്ത് പറഞ്ഞാലും തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായോ? എന്തെന്ന് മനസ്സിലായി? ഇടോ കൊട എനിക്കോട് പിടിക്കാൻ. എന്തൊരു തുമ്മക്ക. എന്റെ കർത്താവേ. എടാ വാറുണ്ണി, എന്തോ ഒന്നിങ്ങോട്ട് വന്നേ. നിനക്ക് ഞാനൊരു ഉമ്മൻ ചിരട്ട കള്ള. ഇതെന്തത്? പാവാടാ. ഒറ്റ അലക്കണ്ടല്ലോ, നിന്റെ മോണ്ട തിരിഞ്ഞു. 4 ജാക്കറ്റ് തയ്ക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ടൊക്കെ പാവാട തയ്ക്ക. നീയൊക്കെ ഈ കിഴക്കന്മാടത്ത് കുരിനെ ഒരു വഴിക്കാക്കും. ആശാൻ വെട്ടിത്തന്ന് ഞാൻ വേറെ തച്ച് ഞാനൊന്ന് വെട്ടിന്ന് വെച്ച് അപ്പന്റെ മുഖത്ത് ആ ഷേവ് ചെയ്ത് പിടിക്ക. മോന്റെ വീട്ടിലൊക്കെ അങ്ങനെ ആവും അല്ലേ? എന്താ രാവിലെ ഒരു വഴക്ക്? ഇവിടെ ഒരു വഴക്കുമില്ല, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാ. അവിടെ എത്രയോ നേരെ കാശുണ്ടോ കയ്യില്? ഇറങ്ങിക്കോളൂ. നായരല്ലെങ്കിലും പ്രധാനമായിട്ട് പറഞ്ഞ തന്നോടാ. വാറിനെ എന്തോ ആ കത്തിരിയുടെ അകത്ത് വെച്ച് ഒക്കത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അകത്ത് വെച്ചേക്കാം. ഇവൻ പോയതിന് ശേഷം അതൊക്കെ എടുത്ത് പുറത്ത് വെക്കാം. കാര്യത്തിലോട്ട് കയറുന്നതിന് മുമ്പേ തനിക്ക് എന്തിനു വരിക അളവക്കം? തനിക്കൊരു പുത്ത ആർഡറുമായിട്ടാണ് മുതലാളി വന്നിരിക്കുന്നത്, അറിയാം. താനൊരു കോപ്പും കൊണ്ടുവരണ്ട. മുമ്പ് ചെയ്തതിന്റെ കാശ് തരാതെ ചക്കാത്തിന് ചിരക്കാൻ എന്നെ കിട്ടില്ല. പറഞ്ഞേക്ക്. ചക്കാത്തിന് വേണ്ടോ? സാധനം റെഡിയാകുമ്പോ റെഡി കാശ് കൈ തരും. ഇത്രയും വലിയ ഒരു ഓർഡർ ഒരു കൊമ്പത്തുള്ളവനും തനിക്ക് തന്നിട്ടുണ്ടാവില്ല. എന്താ? എടോ നായരെ, ഇടപാടിൽ കൃത്യശില്ലാത്തവരോടെ അടിക്കൊരു വെട്ട്, നടുക്കൊരു കൊട്ട്, തലക്കൊരു ചവിട്ട്. അതാ എന്റെ ലൈ. താനിങ്ങനെ കഥ അറിയാണ്ട് തുള്ളിയാൽ എങ്ങനെയാ? എടോ, എന്റെ പുതിയ ബാലയിലെ നായിക ആരാണെന്ന് അറിയാവോ? ആരായാലും എനിക്കെന്താ? ഞാൻ കെട്ടാൻ പോണോ? കെട്ടിയില്ലേലും കെട്ടാൻ പോണത് ആരാന്നുള്ള കഥയെങ്കിലും താൻ അറിഞ്ഞിരിക്കണ്ടോ മാപ്പിളെ. ഒരു രാജകുമാരനല്ലേ അവളെ കെട്ടാൻ പോണത്. ഇതേ താൻ ഞെട്ടരുത്. കോടീശ്വരനായ സുരേഷ് മേനോന്റെ സ്വന്തം കാമുകയാണ് ഇനി മുതൽ എന്റെ ബാലയിലെ പുതിയ നായിക. അയാളാണ് ഇനി ബാലയ്ക്ക് വേണ്ടി പണം മുടക്കാൻ പോകുന്നത്. ഞെട്ടിയല്ലേ? എന്റെ രപ്പി വിഷാദം വരണില്ലേ? എന്റെ മുടിപ്പര അമ്മച്ചിയാണ് താനീ കേട്ട എല്ലാം സത്യമാണ്. സുരേഷ് മേനോൻ കെട്ടാൻ പോണ് രോഹിണി നായിക ബാലെ ടിക്കിരി മുട്ടം. വിശ്വാസമില്ലേ? താൻ ഒരു കാര്യം ചെയ്യും, പുതിയ ബാലയ്ക്കുള്ള കോസ്റ്റ്യൂംസ് കംപ്ലീറ്റ് തയ്ച്ചിട്ട് ബില്ല് രോഹിണിയുടെ പേരിൽ അയാളുടെ ഓഫീസിലേക്ക് അയച്ചു. വേണമെങ്കിൽ 5-10 കേറി പോടെ. പൂച്ചയ്ക്ക് എന്തൊരു വേണമെങ്കിൽ 5-10 കൂട്ടിക്കോ.
എന്നിട്ട് കാശ് ഉടനെ കിട്ടുമോ നോക്കിക്കോ. നിങ്ങളിത് ആദ്യം പറയേണ്ടതായേ. വന്നു കയറുന്ന ഐശ്വര്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല. എന്തൊക്കെയാ വേണ്ടേന്ന് വെച്ചാ നമുക്ക് ലിസ്റ്റ് എടുക്കാം. മനുഷ്യൻ നന്നാവണത് കണ്ടുകൂടാത്ത ഒരു അയലത്തുള്ളവന്മാര്. അതെ, നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ല. ആദ്യമായിട്ട് ആളിന് ബഹളം കയറി കാണുന്നത്. ഓണം അതിനൊന്നും പറയാം. ഞങ്ങൾ കണ്ടതാ. ബന്ധനസ്ഥനായ ഹനുമാനെ വധിക്കാൻ രാവണൻ ആജ്ഞാപിക്കുമ്പോൾ വിഭീഷണൻ തടയുന്നതാണ് ഈ രംഗം. അകത്ത് പോണേ, അകത്ത് പോടാ, ഓടിപ്പോടാ. എന്ത് സാമ്രാജ്യത്തിൽ എന്താണ് അവശബ്ദം? എന്താണ് അവശബ്ദം? നമ്മുടെ ഭടന്മാര് ഏവനെ ഒരുത്തനെ പിടിച്ചിട്ടിക്കൊണ്ട് വരണം. തെറ്റിപ്പോയി. വീടങ്ങുനിന്റെ പേരന്തുനിന്റെ പ്രാനന്തുനിന്റെ കുട്ടിക്കൊരങ്ങ. വീടങ്ങുനിന്റെ പേരന്തുനിന്റെ പ്രാനന്തുനിന്റെ കുട്ടിക്കൊരങ്ങ. അയോധ്യ വാഴും ശ്രീരാമചന്ദ്രൻ ത്രൈലോക്യനാഥൻ അഭിരാമൻ. അയോധ്യ വാഴും ശ്രീരാമചന്ദ്രൻ ത്രൈലോക്യനാഥൻ അഭിരാമൻ. രാമ രാമ ജയ സീതാറാം ജയ രാമ രാമ ജയ സീതാറാം. രാമ രാമ ജയ സീതാറാം ജയ രാമ രാമ ജയ സീതാറാം. അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രന്റെ വൃത്യനായ ദൂതനാണ് പടച്ച തമ്പുരാനെ ഈ നിൽക്കുന്ന നമ്മളെ ഹനുമാരെ. ആ രാമപുരങ്കന്റെ ദൂതപുരങ്കനാണോ നീ? മറ്റേ കാര്യം ഓർമ്മല്ലേ? ചുമ്മാവിടല്ലേ ഈ ശുംഭനെ നിങ്ങൾ തമ്മേ വധിക്കുകി ചുമ്മാവിടല്ലേ ഈ ശുംഭനെ നിങ്ങൾ തമ്മേ വധിക്കുകി ബോറനെ. അരുതരുതു കൊല്ലരുതു ദൂതനെ രാജ്യ നിയമത്തിനതു കൊടും പാപമല്ലേ. അരുതരുതു കൊല്ലരുതു ദൂതനെ രാജ്യ നിയമത്തിനതു കൊടും പാപമല്ലേ. വിഭീഷണ, തിരുവായിക്കെതിരുവായില്ല. നീ നമ്മളെ നിയമം പഠിപ്പിക്കണ്ട. നീ നമ്മളെ നിയമം പഠിപ്പിക്കണ്ട. നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഇവന്റെ കഴുത്തഴിയട്ടെ.
ഒന്ന് തർക്കം പറഞ്ഞേ, നീ ചൂടാവുന്ന കേട്ടോ. അനുമാനം ഞാൻ ഒന്ന് കഥ അതൊന്ന് പറയടാ, അതൊന്ന് പറയടാ പുല്ലേ. തന്റെ ന്യായങ്ങൾ ഒന്നും എനിക്ക് കേൾക്കണ്ട. ബാലയെ കുറിച്ച് നടക്കാനല്ല, അസുഖം ചികിത്സിച്ച് വേറെയാക്കാനാണ് എനിക്ക് ലീവ് വന്നത്. അല്ല സാർ, ലീവ് മാറിയപ്പോ അസുഖം മാറിയപ്പോ ലീവ് ബാക്കിയുണ്ടായിരുന്നത് കൊണ്ട്. ഇനിയൊന്നും പറയണ്ട. യു ആർ സസ്പെൻഡഡ്. അയ്യോ സാർ, പറഞ്ഞു കേട്ടില്ലേ? തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. നൗ ഗെറ്റ് ഔട്ട്. കാരണക്കുറ്റി നോക്കി ഒരു പെട ഞാൻ വെച്ച് വരും. കാര്യവിവരമുള്ള ഒരുത്തരെങ്കിലും ഇരിക്കേണ്ടത് കരുതിയാ തന്നെയാണ് അകത്ത് കയറ്റിയത്. ഇന്നലെ ഒരു ബഹളവും ഇല്ലാതെ നടന്നുകൊണ്ടിരുന്ന ബാലെ തല്ലിപ്പൊളിയാക്കിയത് താൻ ഒറ്റ ഒരുത്തനാ. ഇനി ഒരു നിമിഷത്തോടെ നിൽക്കരുത്, കടക്കപ്പുറത്ത്. അങ്ങനെ പറയരുത് സാർ, എന്നെ ബാങ്കിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്ത് തന്റെ കുഴപ്പം കൊണ്ടാ. ഇവിടുന്ന് എന്നെ ഇറക്കി വിട്ട എനിക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല സാർ. ഒരു മാർഗമില്ലാത്തവർക്കുള്ളതാണ് തെണ്ടൽ. അതൊന്ന് പരീക്ഷിച്ച് നോക്ക്. ഒരു മിനിറ്റ് ഇവിടെ നിർത്തരുത്. ഇവനെ രോഹിന്റെ പിന്നാലെ മനസ്സ് കൊടുത്ത് നടക്കുക. ഞാൻ കണ്ടിട്ടുണ്ട്. എടോ പറ്റേ മര്യാദയ്ക്ക് ഇറങ്ങി ഇറങ്ങി പോവാൻ. ബാക്കിയുള്ളവരെ കഞ്ഞിക്കുള്ള പാറ്റ ഇടാ ഇറങ്ങി പോവാൻ. ഒന്ന് പൊട്ടിച്ച് കൊടുക്കുകയും അതെനിക്ക് കഴിയില്ലേ? അത് ഞാൻ ഒറ്റം ഒറ്റം കണ്ണോടെ കണ്ണാത്തിന് പോടോ. നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബില്ല് ഞാനൊരു ലൈനിൽ സുരേഷ് മെന്നു വിട്ടിട്ടുണ്ട്. ആ ബില്ല് ഇവിടെ ചെന്ന ഉടനെ തന്റെ കാശ് കൈ കിട്ടും. വെറുതെ മനുഷ്യന് ചുറ്റിക്കില്ലല്ലോ. താൻ പേടിക്കണ്ടോ നമ്മളെ? രോഹിണി എന്ന് പറഞ്ഞ അയക്ക് ജീവനാ. തന്റെ തക്കാപ്പിച്ച ബില്ല് അയക്ക് പുല്ലാണ് പറഞ്ഞിട്ട് അവസാനം ബില്ലിങ്ങൾ തിരിച്ചു വരരുത്. തനിക്ക് എന്നെ അറിഞ്ഞൂടാ. അറിയാം അറിയാം. അതുകൊണ്ടാ മുമ്പേ തന്നെ പറഞ്ഞത്. ആ വേഷങ്ങളൊക്കെ എവിടെ? പഠിക്കാൻ എടുത്തിട്ടുണ്ട്. കൈവണ്ടിയില്ല കൊണ്ടുവന്നിരിക്കണേ. പോയി എടുത്തോണ്ട് വാ. ഉണ്ടല്ലോ ആനപ്പഴ. ഹലോ 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 ഹലോ, ഇവിടെ കീരിക്കാരന്റെ ബാലെ ബുക്കിങ്ങിന് വന്നാണ് എന്നെ ഡേറ്റ് എടുക്കില്ല. മൊയിലാളി ബിസി. ഗാന്ധികാളി പേപ്പറുകാരന്മാരുടെ കൂടെ ഒരേ മീറ്റിംഗ്. പത്രസമ്മേളനമാണോ? എന്തരാന്താ ഞങ്ങളുടെ പുതിയ ഹീറോയിനി രോഹിണിയെ പേപ്പറുകാരന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. എന്താ എത്ര പരിചയപ്പെടുത്താൻ? സുരേഷ് മേനോന്ന് കേട്ടിട്ടുണ്ടാ? ആര്? അദ്ദേഹം വലിയ പണക്കാരനല്ലേ? അത്ര വലിയ പുല്ലൊന്നും അല്ല. നമുക്കറിയാം അവന്റെയൊക്കെ കഥ. അവന്റെ തന്ത കള്ളനോട്ടടിച്ചല്ലേ പണക്കാരനായത്. അത് ഓട്ട് പുല്ല്. അവനൊക്കെ എന്തരായ നമുക്കെന്ത്? നമ്മുടെ ഭാഗ്യത്തിനോ എന്തോ നമ്മുടെ ട്രൂപ്പിൽ ഒരു ചരക്ക് മാറ്റി അവനൊരു ലൈൻ. നമ്മുടെ മൊയിലാളി അത് ശരിക്കും മുതലെടുത്ത്. പെണ്ണിപ്പ ഹീറോയിനി. ഇതിന്റെ കേറാപ്പില് സുരേഷ് മേനോൻ ബാലയുടെ പാർട്ട്ണറായ മൊയിലാളി കോളടിച്ച്. എവിടെ ഗാന്ധി ഹാൾ? എന്റെ കൂടെ വരി, ഞാൻ കാണിച്ചു തരാം. സാറ് ബാലയെ ബുക്ക് ചെയ്യാൻ തന്നെയാ വന്നത്? അതെ അതെ. സാറിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളോ അല്ലേ? വല്ല ഉത്സവ പറമ്പിലും ബാല ആയിരിക്കും. നമ്മൾ വായി നോക്കിയുള്ള ചുറ്റി തിരിയാത്ത ഇടവില്ലല്ലോ. അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ വരി. കാറിൽ പോ. ഇതാണ് എന്റെ പുതിയ നായിക രോഹിണി. തികച്ചും നായിക പ്രാധാന്യമുള്ള ഒരു ബാലയാണ് ഇത്തവണ ഞാൻ ഇറങ്ങിയിരുന്നത്. അതുകൊണ്ടാണ് രോഹിണിയെ പോലെ അഴകും ആരോഗ്യവും സൗന്ദര്യവും കലാവാസനയുമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ നായികയായി തിരഞ്ഞെടുത്തത്. രോഹിണി എത്രാമത്തെ വയസ്സിലാണ് അഭിനയിക്കാൻ തുടങ്ങിയത്? 15ാമത്തെ വയസ്സിൽ. കാരണം വീട്ടിലെ ബുദ്ധിമുട്ട്. പിന്നെ ബുദ്ധിമുട്ട് എന്നുദ്ദേശിച്ചത് ഈ ജന്മവാസന പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടാതെ വരിക എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ ഈ തറവാട്ടിൽ കൊള്ളാവുന്ന വീട്ടിലെ പെൺകുട്ടികൾക്കുള്ള ചില തടസ്സങ്ങൾ. അതെ. പിന്നെ അടുത്ത് തന്നെ നമ്മുടെ രോഹിണി വിവാഹിതയാവുകയാണ്. അതെയോ? അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ആരാ വരൻ? വരൻ നിങ്ങൾക്കൊക്കെ വളരെ വളരെ സുപരിചിതനായ കോടീശ്വരനായ സുരേഷ് മേനോൻ.
ശരിയാണോ? അതെ, ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. ഈ സുരേഷ് മേനോൻ ഇവിടെ വരുവോ? അത് വരുമില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കൊരു അപേക്ഷയുണ്ട്. ഇത്തരം കാര്യങ്ങൾ ദയവീത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കരുത്. ഇത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഈ പത്രസമ്മേളനം തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെയും രോഹിണിയുടെയും പ്രത്യേകം നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു.